മഞ്ഞ് മഞ്ഞാണോ ബുബു? ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അതിരാവിലെ തന്നെ ഇന്ന് ബെഡിൽ നിന്ന് എണീറ്റപ്പോൾ ഓടിപ്പോയിട്ട് വിൻ്റർ ഷൂസും അതുപോലെ വിൻ്റർ ജാക്കറ്റ് ഇട്ട് നേരെ വാതിൽ തുറന്നു നോക്കുക ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ തന്നെ നമുക്ക് സ്നോഫോളിൻ്റെ വാർണിംഗ് ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് സ്നോയും പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോൾ എത്രമാത്രം സ്നോ പെയ്തെന്ന് അറിയാനുള്ള നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ പ്രതീക്ഷ തെറ്റിയില്ല, നല്ല രീതിക്ക് തന്നെ സ്നോ ഒന്ന് പെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം സ്നോ ഉണ്ട്. നേരെ നമുക്ക് ഈ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോഴുള്ള മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ മുന്നേ നമ്മൾ എണീക്കും. എന്നിട്ട് നേരെ പോയിട്ട് വണ്ടിയിൽ നിന്ന് സ്നോ റിമൂവ് ചെയ്യലും അതുപോലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന സ്നോ റിമൂവ് ചെയ്യേണ്ടതാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ അതിരാവിലെ എന്നല്ല, ഞങ്ങളുടെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായി. കാരണം ജോലിക്ക് പോകണേക്കാളും മുന്നാണ് ഞാൻ എണീറ്റ് നോക്കിയത്. നേരെ ഒന്നും നോക്കിയില്ല, കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. കാരണം നമ്മുടെ കാലിൻ്റെ ഏകദേശം വിൻ്റർ ഷൂസിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളും നമ്മളെ സ്നോയിലകത്ത് മുങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ കാറിൻ്റെ അവിടെ ചെന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ട്രങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ വിൻ്റർ സ്നോ റിമൂവ് ചെയ്യാനായിട്ട് ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് സ്നോ റിമൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടിയുമ്പോൾ ഏകദേശം ഫുള്ളായിട്ട് സ്നോ പെയ്തിട്ടുണ്ട്. രാവിലെ ഏതോ വണ്ടി ഫസ്റ്റ് തന്നെ പോയതിൻ്റെ പാടുകൾ, ടയർ മാർക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ സ്നോ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്നോ റിമൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഈ സ്നോ പെയ്യുന്ന സമയത്ത് നമ്മുടെ വെതർ എന്ന് പറഞ്ഞാൽ, അതായത് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0 ഡിഗ്രി, അതായത് 0 ഡിഗ്രിയൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ. പക്ഷേ സ്നോ പെയ്ത് കഴിഞ്ഞ് അതവിടെ കിടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു മഴയൊന്നും പെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മൈനസിലേക്ക് ഡൗൺ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. -5, -6, -15 വരെയൊക്കെ എത്താം. സോ ആ സമയങ്ങളിൽ ഈ സ്നോ ഭയങ്കര കട്ടി, ഏകദേശം കോൺക്രീറ്റ് മോഡലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഈ സ്നോയൊക്കെ റിമൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 4 സൈഡും നല്ല ക്ലീൻ ആക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലൊക്കെ വണ്ടിയുടെ സൈഡിൽ സ്നോ ഉണ്ടെന്നൊക്കെ പോലീസ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ അടിച്ച് കിട്ടും. സോ അത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ അതുപോലെ തന്നെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈവേയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന് എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം. സോ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഏതായാലും എല്ലാം ക്ലീൻ ചെയ്തതല്ല, നേരെ ഒരു ടിം ഹോട്ടൽസിലേക്ക് വിട്ട് ഒരു കാപ്പി കുടിക്കാൻ കരുതി. അങ്ങനെ വണ്ടി എടുത്ത് ടിം ഹോട്ടൽസിലേക്ക് പോകാൻ പോവാണ്. പതിവ് പോലെ ടിം ഹോട്ടൽസ് ചെന്നിട്ട് ഒരു മീഡിയം കോഫി 2 ക്രീം ഓർഡർ ചെയ്തു. പിന്നെ നേരെ വിൻഡോയൊക്കെ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു, എങ്ങനെയുണ്ട് സ്നോയൊക്കെ എന്നൊക്കെ നോക്കി. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലായിടത്തും സ്നോ പെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിനകത്തൊരു കുളിർമ വന്നു. പിന്നെ ക്രിസ്മസ് അങ്ങോട്ട് എത്തിയല്ലോ, അപ്പോൾ ക്രിസ്മസ് ടൈമിൽ സ്നോ കാണുന്നത് തന്നെ നമുക്കൊരു പ്രത്യേക രസമാണ്. പിന്നെ നമ്മുടെ സ്ഥിരം മലയാളീസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്നോയൊക്കെ പെയ്ത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കൊക്കെ ആയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊക്കെ എന്തായെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. സോ ഞാനും അത് അത്രയ്ക്ക് അങ്ങോട്ട് കുറച്ചില്ല, നേരെ വണ്ടി എടുത്ത് ചുറ്റുപാട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കി. എല്ലായിടത്തും നല്ല രീതിയിൽ സ്നോ പെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ സ്നോ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വണ്ടികളൊക്കെ വന്ന് സ്നോയൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് സോൾട്ട് ഇട്ട് പോയിട്ടുണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ. അതാണ് നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ മതിൽ പോലെ തന്നെ ഇങ്ങനെ ഈ സ്നോയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ പോലെ കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ ഓരോ വീടുകളിലും കുറേ ആൾക്കാർ മോട്ടോർ മെഷീനൊക്കെ വെച്ചിട്ട് സ്നോ റിമൂവ് ചെയ്യുന്നത് കാണാം. പിന്നെ കുറേ ആൾക്കാർ ഫാമിലി ആയിട്ട് സ്നോ റിമൂവ് ചെയ്യുന്നത് കാണാനൊക്കെ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ ഞാനും ബുബും കൂടിയിട്ട് ഒരു സൺസെറ്റിൻ്റെ ടൈം ആയപ്പോൾ ഒന്ന് ജസ്റ്റ് ചുമ്മാ പുറത്തിറങ്ങി. അപ്പോൾ നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടി. അപ്പോൾ മനസ്സിലായി ഇന്ന് ജോലിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് വെറുത്തായിരുന്നു. കാരണം നമുക്കൊരു വിഷമം വന്നാലും പിറ്റേന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് നടക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ നമ്മളെപ്പോഴും പ്രതീക്ഷ കൈവിടാതെ എപ്പോഴും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, എല്ലാം നല്ലതുപോലെ നടക്കും. സോ അത് കഴിഞ്ഞിട്ട് നേരെ നോക്കിയപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. ഈ മഞ്ഞായിട്ട് മൂടിക്കിടക്കുന്ന വീടുകളുടെ സൈഡിലൊക്കെ ക്രിസ്മസ് ആയിട്ട് കുറേ ഇഗ്ലുമാനും സ്നോമാൻസൊക്കെ ഇട്ട് അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടാണ് കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് രാത്രിയായി പിന്നെ പറയാനില്ല. നേരെ പിന്നെ പോയത് ഒരു NSLCയുടെ സൈഡിലേക്ക്, കുപ്പി മേടിക്കാനൊന്നല്ല കേട്ടോ, ചുമ്മാ അവിടെ പാസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടിസാറ് അവിടെ ഇരിക്കുന്നു പുറത്ത്, അതായത് നമ്മുടെ ഡോഗ് സാറ്. പുള്ളി നല്ല അനുസരണയോട് കൂടിയിട്ട് പുള്ളീനെ അവിടെ ലീസൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി ആരെയോ തപ്പി നോക്കുന്ന പോലെ തോന്നി. അപ്പം തന്നെ മനസ്സിലായി പുള്ളിക്ക് വേണ്ടപ്പെട്ട ആരോ കുപ്പി മേടിക്കാനായിട്ട് അകത്ത് പോയിട്ടുണ്ടെന്ന്. ഞാൻ കുറച്ച് നേരം വിൻഡോയിൽ കൂടെ പുള്ളിയുടെ കാഴ്ചകളൊക്കെ പകർത്തി. അതിനിടയ്ക്ക് കുറേ ആൾക്കാർ വന്നിട്ട് പുള്ളീനെ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ പുള്ളി ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതായത് നോക്കിയപ്പോൾ പുള്ളിയുടെ ഉടമസ്ഥൻ വന്ന്, യജമാനം വന്നപ്പോൾ പുള്ളി നല്ല വാലൊക്കെ ആട്ടി. അവിടെ നിന്ന് പുള്ളി എന്തോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പുള്ളിയും പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ നോക്കിയപ്പോൾ അത് അവിടെ ഒരു അമ്പലചുംബനയായിട്ടൊരു വലിയൊരു ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ 2-3 പേരൊക്കെ തിരക്കിട്ടിട്ട് NSLCക്ക്
മരത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ കട്ട തണവിൻ്റെ സമയമല്ലേ, ആർക്കായാലും തോന്നും ഒരു വെള്ളമൊക്കെ അടിച്ചൊന്ന് കിടക്കാനായിട്ട്, കുപ്പി മേടിക്കാൻ പോകുന്നതായിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ നേരെ ഡൗൺ ടൗൺ ഹാലിഫാക്സിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു മരം കണ്ടു കഴിഞ്ഞപ്പോൾ ബുബുവിനൊരു ആഗ്രഹം, നമ്മൾ നിറച്ച് സ്നോ അതൊന്ന് കുലിക്കുക, സ്നോ നിലത്തിടണമെന്ന്. അപ്പം തന്നെ സ്നോ റിമൂവ് ചെയ്യാനുള്ള ഒരു വലിയൊരു വണ്ടി, അതായത് സ്നോ മെഷീൻ കൊണ്ട് ഒരാൾ വന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ മാറിക്കോ എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് പുള്ളി വന്നത്. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും സൈഡിലേക്ക് മാറിക്കൊടുത്തു. എന്തിനാ ജീവൻ പണയം വയ്ക്കുന്നത്, ഇതൊക്കെ ഇവിടെ എപ്പോഴും കാണാമല്ലോ നമുക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ മരത്തുമ്മ പിടിച്ച് 2 വലി വലിച്ചു. അപ്പോഴും ആ മരത്തുമ്മ ഉണ്ടായിരുന്ന ആ ചില്ലകളുമൊക്കെ നിൽക്കുന്ന സ്നോയൊക്കെ നിലത്തേക്ക് ഇങ്ങനെ വീണു. അത് നല്ല അടിപൊളി വിഷയമായിരുന്നു കാണാനായിട്ട്. നമ്മുടെ മേത്തേക്ക് സ്നോയായി നന്നായിട്ട് നനയും ചെയ്തു. പക്ഷേ വിൻ്റർ ജാക്കറ്റൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. പിന്നെ നേരെ അതൊക്കെ കുടഞ്ഞു കഴിഞ്ഞിട്ട് നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഒരു ഡ്രൈവും കൂടി അങ്ങോട്ട് വിട്ടു. കാരണം നമ്മുടെ ഈ രാത്രി സമയത്ത് സ്നോ പെയ്ത് കിടക്കുന്ന സമയത്തൊക്കെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. നേരെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുമ്പിലുള്ള സ്നോയൊക്കെ റിമൂവ് ചെയ്യാമെന്ന്. കാരണം നാളെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ -15 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൊക്കെ ഏകദേശം നന്നായിട്ട് കട്ടി പിടിച്ചിട്ട് കോരിക്കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് ഞാൻ കോരാനായിട്ട് ഷവലും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങിയപ്പോൾ ബുബു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മെൻറ്റാലിറ്റിയിൽ ഓടി വന്നു. പുള്ളിക്കാരി വിൻ്റർ ജാക്കറ്റും കാര്യങ്ങളും വിൻ്റർ ഷൂസും ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്ത് വരവിച്ച് അകത്തേക്ക് ഓടി കയറിപ്പോയി. അപ്പോഴും ഞാൻ ആ സൈഡിൽ കൂടെ വന്നിട്ട് കുറച്ച് നേരം മഞ്ഞൊക്കെ കോരി കളഞ്ഞു. അതിനിടയ്ക്ക് കുറച്ച് നേരം മഞ്ഞൊക്കെ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ്. അങ്ങനെ നല്ല രസമായിരുന്നു. കാരണം അപ്പം മഞ്ഞ് കോരിക്കളയാനായിട്ട് നമുക്ക് കുറച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നാളെ ഈ സമയത്താണെങ്കിൽ ഏകദേശം കോൺക്രീറ്റ് പോലെ നന്നായിട്ട് ഈ മഞ്ഞ കുറച്ച് പോകും. അങ്ങനെ ഞാൻ ഈ മഞ്ഞൊക്കെ കോരിക്കളയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആളെ കാണാനില്ലാണ്ടായി. ഞാൻ നോക്കുമ്പോൾ വിൻ്റർ ഷൂസും വിൻ്റർ ജാക്കറ്റും വിൻ്റർ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് രണ്ടും കൽപ്പിച്ചൊരു വരവാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് എനിക്ക് സ്നോമാൻ ഉണ്ടാക്കണമെന്ന് സ്നോയിൽ. എന്നാൽ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് സ്നോയാണ് അവളുടെ ഇവിടെ വന്നിട്ടുള്ള, എന്നാൽ ഒന്ന് സ്നോമാൻ ഉണ്ടാക്കാൻ കൂടാമെന്ന് ഞാനും കരുതി. പിന്നെ അങ്ങോട്ട് സ്നോമാൻ ഉണ്ടാക്കാനുള്ള സ്ഥലം തപ്പിയുള്ള പുള്ളിക്കാരി നടത്താണ്. ഏകദേശം സ്നോ ഉണ്ടാക്കാനായിട്ട് റോഡിൻ്റെ നടുക്കിലൊക്കെ ആയിട്ടാണ് അവൾക്ക് സ്നോമാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എടി സൈഡിലുണ്ടാക്കി, കാരണം നാളെ വന്നിട്ട് ഈ സ്നോ റിമൂവ് ചെയ്യണ മെഷീൻ വണ്ടിയൊക്കെ വന്നിട്ട് അതൊക്കെ കളയും. സോ നേരെ സൈഡിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ മഞ്ഞൊക്കെ എടുത്ത് കുഴച്ച് സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് നോക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ കാര്യമായിട്ട് സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് അറിയില്ല. ഞാൻ ഇതുവരെയായിട്ട് 6 വർഷം വന്നെങ്കിലും ഞാൻ ഇതുവരെ സ്നോമാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ അവളും സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പുറ സൈഡിൽ ഞാൻ സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്നോമാൻ ഉണ്ടാക്കിയത് അവസാനം നിങ്ങൾക്ക് കാണാം. അതിനിടയ്ക്ക് പെട്ടെന്നൊന്ന് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയപ്പോൾ ഉപ്പ അതൊക്കെ നോക്കിയിട്ട് എന്നാ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ കരുതി കുറച്ച് മഞ്ഞ അവളുടെ മേത്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൊക്കെ ഇട്ട് അവൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. പക്ഷേ 2 ആക്ടിവിറ്റി ഒരുമിച്ച് ഞാൻ ചെയ്ത കാരണം നല്ല ഫോട്ടോയൊന്നും കിട്ടിയില്ല. പക്ഷേ വീഡിയോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അവൾക്ക് സ്നോമാൻ്റെ ഓർമ്മ വന്നു. തിരിച്ച് വീണ്ടും ഓടി വന്നിട്ട് സ്നോമാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ട് കുറേ കുഴച്ച് നോക്കിയെങ്കിലും സ്നോമാൻ അങ്ങോട്ട് വർക്കായില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ആകാശത്തൊക്കെ നോക്കി. അപ്പോഴാണ് ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ കണ്ടത്. ഒരു വീട്ടിനകത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറേ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു നോവാസ്കോഷ്യ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നല്ല ക്രിബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഷ്ടപ്പെട്ട് ഊന്നി വലിച്ചതേ അവൾ നടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ഹെവിയാണ് കാലുമത്തെ ഷൂസും കാര്യങ്ങളെന്നൊക്കെ. അതിനിടയ്ക്ക് ആഞ്ഞു വലിച്ചപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു ഉളുക്കം കിട്ടി കാലുമ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടിക്കകത്ത് കയറി അങ്ങോട്ട് പോകാൻ നോക്കി. ആ സമയത്ത് പോണ വഴിക്ക് ജോയ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ അപ്പച്ചൻ്റെ പേര് അതായതുകൊണ്ട് എന്നാൽ അതൊരു വീഡിയോ എടുത്ത് അപ്പച്ചനെ അയച്ചു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ആ വീഡിയോ എടുത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ ലൊക്കേഷൻ എത്തി. അപ്പോൾ അവിടെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ അവിടെ നല്ല ക്രിസ്മസ് ഒരു ക്രിബും ചെറിയ എന്താ പറയുക ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും നോക്കിയില്ല, കുറച്ച് നേരം അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാ വെച്ചാൽ തിരിച്ച് പതുക്കെ വീട്ടിലേക്ക് പോകുന്ന കരുതി. ബുബുവിൻ്റെ ഫോട്ടോസൊക്കെ ബുബുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നാളെ രാവിലെ തന്നെ ജോലിയുള്ള കാരണം രണ്ടും നോക്കിയില്ല, 2 പേരും തിരിച്ചങ്ങോട്ട് മടങ്ങി.